Hi, hello all, welcome to my YouTube channel. Next work എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസറിൻ്റെ അമററ്റി 30. My love is like to ice and I to fire. എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്നത് ലണ്ടനിൽ ജനിച്ചൊരു പോയിറ്റാണ്. ആൻഡ് അദ്ദേഹം സോണറ്റ്സും ലിറിക്സും ഒക്കെ ഒരുപാട് പോവംസ് ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദ പോയറ്റ്സ് പോയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ക്ലാസിക്കുകളും അതുപോലെ തന്നെ ഇറ്റാലിയൻ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസിലാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. ആൻഡ് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റൻറ്റ് പോയറ്റായിരുന്നു ഇദ്ദേഹം. ഇപ്പോൾ റിനസൻസിൻ്റെ അല്ലെങ്കിൽ റിഫർമേഷൻ്റെ ചൈൽഡാണ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റാണ് സ്പെൻസർ എന്ന് നമുക്ക് പറയാം. ആൻഡ് സ്പെൻസറിൻ്റെ ലവ് ഓഫ് ദി ലൈഫ് എന്ന് പറയുന്നത് എലിസബത്ത് ബോയിലാണ്. ആൻഡ് ഒരു വർഷത്തിലേറെയായിട്ട്, അതായത് സ്പെൻസർ കല്യാണം കഴിച്ചു, ഒരു വർഷം ഇവർ കോർട്ട് ചെയ്ത് നടന്നിട്ട് ആൻഡ് ആഫ്റ്റർ 1 year ദേ മാരീഡ്. ആൻഡ് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് അമററ്റി എന്നുള്ള കളക്ഷൻ ഓഫ് സോണറ്റ്സ് എന്ന് പറയുന്നത്. അതെല്ലാം ലവ് പോംസ് ആണ്. ആൻഡ് എപ്പിത്തലാമി എന്നുള്ള സോങ്ങും ഇതുപോലെ പോവും ഇത് ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്, എലിസബത്ത് ബോയിലിന് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. ആൻഡ് എപ്പിത്തലാമി എന്ന് പറഞ്ഞ പോമാണ് ഇദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് പോയറ്റിക് അച്ചീവ്മെൻറ്റ് നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് അതിനകത്ത് എപ്പിത്തലാമി എന്നുള്ള പോയത്തിനകത്ത് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് വിത്ത് എലിസബത്ത് ബോയിലാണ്. 24 സ്റ്റാൻസാസ് ആണുള്ളത്. ആൻഡ് ഇറ്റ് കറസ്പോണ്ട്സ് ടു 24 hour ഓഫ് ദി ഡേ. ഓക്കെ, പിന്നെ നോൺ ഡ്രമാറ്റിക് പോയറ്റ്സിലെ, അതായത് എലിസബീതൻ പീരീഡിലുള്ള നോൺ ഡ്രമാറ്റിക് പോയറ്റ്സിലെ ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പോയറ്റാണ് എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്നത്. ആൻഡ് ഫിലിപ്പ് സിഡ്നിയും അതുപോലെ തന്നെ വോൾട്ടർ റെലിയും ഇദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. സോ മൈ ലവ് ഇസ് ലൈക്ക് ടു ഐസ് ആൻഡ് ഐ ടു ഫയർ എന്നുള്ളത് കോൺട്രഡിക്ടറി അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി പേഴ്സണാലിറ്റി ഓഫ് ദി പോയറ്റ് ആൻഡ് ഹിസ് ലവറിനെ കുറിച്ചാണ് പറയുന്നത്. പോയറ്റിൻ്റെയും ലവറിൻ്റെയും പേഴ്സണാലിറ്റീസിലെ ആ ഒരു ഡിഫറൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കോൺട്രഡിക്ടറി ആണ് പേഴ്സണാലിറ്റീസ്, പക്ഷേ എന്നാൽ പോലും കോംപ്ലിമെൻ്ററി ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും, എന്നാൽ ഓപ്പോസിറ്റ്സും ആണ്. ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ പറയുന്നത് ഹീ ഈസ് ലൈക്ക് ഫയർ ആണ്. അദ്ദേഹത്തിൻ്റെ ലവർ എന്ന് പറയുന്നത് ഐസ് പോലാണ്. അദ്ദേഹം ഫയറുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു, ലവറിനെ ഐസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ആൻഡ് അവരപ്പം ഫയറും ഐസ് എന്ന് പറയുന്നത് ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ ആണ്. പക്ഷേ അവരുടെ ലവ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ് ആണ്. ഫയർ ആണെങ്കിലും ഐസ് ആണെന്നുണ്ടെങ്കിലും അത് എന്താ പറയുക, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അത് ഭയങ്കര, ഫയർ എന്ന് പറയുന്നതാണെങ്കിൽ ഐസ് എന്ന് പറഞ്ഞാൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ലവിനെയാണ് അത് കാണിക്കുന്നത്. ഒരാൾ ഫയർ ആണെന്നും ഒരാൾ ഐസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, അയാൾ കോൾഡ് ആണെന്നും മറ്റേ ആൾ ഹോട്ട് ആണെന്നും എന്നുള്ള രീതിയിലല്ല, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ലവ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. ആൻഡ് അവരുടെ ഡിഫറൻസസ് എന്തൊക്കെയാണെങ്കിൽ തന്നെയും ഇവരുടെ ലവ് എന്ന് പറയുന്നത് എന്താണ്, അത് സക്സീഡ് ചെയ്യും, അതെല്ലാം വിജയിക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായാലും ലവ് സക്സീഡ് ചെയ്യും അവരുടെ. ഫസ്റ്റ് 3 sets of 4 lines എന്ന് പറയുന്നത് സ്പീക്കറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എഡ്മണ്ട് സ്പെൻസർ തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് റീഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അതായത് അതിന് ആൻസേഴ്സ് നമ്മൾ പറയണ്ട, ജസ്റ്റ് നമ്മളിങ്ങനെ കേട്ടിരുന്നാൽ മതി ആ ക്വസ്റ്റ്യൻസ്. ഇൻസ്റ്റഡ് എന്താണ് പറയുന്നത്, പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു മിറക്കുലസ് ആയിട്ടുള്ളൊരു നേച്ചറിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. വുമണിൻ്റെ ഐസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് മെൽറ്റഡ് ബൈ ഹിസ് ഫയർ. അതുമാത്രമല്ല, ഫയർ എന്ന് പറയുന്നത് അത് അണഞ്ഞു പോകത്തുമില്ല കോൾഡ് അല്ലെങ്കിൽ ആ ഐസ് മൂലം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ബാലൻസ് ചെയ്ത് നിൽക്കും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നിൽക്കും എന്നാണ് പോയിട്ട് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഐസ് മൂലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫയറി നേച്ചർ മൂലം ഇവരുടെ ഐസ്, ആ ഒരു കോൾഡ് നേച്ചർ അല്ലെങ്കിൽ ആ ഒരു കൂൾ നേച്ചർ അതൊരിക്കലും അലിഞ്ഞു പോകത്തില്ല. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇവരുടെ ആ ഒരു കോൾഡ് നേച്ചർ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഇൻഡിഫറൻ്റ് എന്നല്ല, അവരുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു കൂൾ നേച്ചർ ഇദ്ദേഹത്തിൻ്റെ ഫയർ മൂലം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അലിയത്തുമില്ല, അല്ലെങ്കിൽ ഫയറിന് ഒരു കേടുപാടും പറ്റത്തും ഇല്ല. അതാണ് പറയുന്നത്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കുവാണ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് നിൽക്കുവാണെന്ന്. പോം കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കപ്ലറ്റോട് കൂടിയാണ്. കപ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയർ ഓഫ് റൈമിംഗ് 2 lines. ഓക്കെ, ആൻഡ് കപ്ലറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീക്കറിന്റെ ക്വസ്റ്റ്യൻസിലെല്ലാം ആൻസേഴ്സ് ആ ഒരു കപ്ലറ്റിനകത്തുണ്ട്. അതായത് അവരുടെ ലവ് എന്ന് പറയുന്നത് ഇസ് ലവ് ദാറ്റ് ഹാസ് ഗിവൺ ദെയർ റിലേഷൻഷിപ്പ് ദ പവർ ഇറ്റ് നീഡ്സ് ടു സക്സീഡ്. അവർ തമ്മിലുള്ള ഇഷ്ടമാണ് ഇവരുടെ റിലേഷൻഷിപ്പ് ഇത്രയധികം സക്സസ്ഫുൾ ആകാനുള്ള മെയിൻ കാരണം. കാരണം രണ്ടും 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ്, രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ഒരാൾ ഫയറിനെ പോലെയും ഒരാൾ ഐസിനെ പോലെയും ആണെന്നാണ് അതുകൊണ്ടാണ് പറയുന്നത്. അതായത് രണ്ടും 2 പോൾസ് അപ്പാർട്ടായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ജീവിതത്തിൽ ലവ് എന്നുള്ളൊരു പവർഫുൾ ഫാക്ടറാണ്. അതാണ് അവരുടെ റിലേഷൻഷിപ്പിനെ ഇത്രയധികം സ്ട്രോങ് ആക്കി മാറ്റിയത്. ലവിന് എല്ലാ ബാരിയേഴ്സിനെയും ഒബ്സ്റ്റക്കിൾസിനെയും ഓവർകം ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. വാട്ട് ഡസ് ദി പോയിറ്റ് കമ്പയർ ഹിംസെൽഫ് ടു? പോയിറ്റ് കമ്പയർസ് ഹിംസെൽഫ് ടു ഫയർ. ലവിനെ കമ്പയർ ചെയ്ത്, അതിൻ്റെ ലേഡി ലവിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഐസുമായിട്ടാണ്. എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇദ്ദേഹം പോയിട്ട് ആദ്യമേ ചോദിക്കുന്നത്? ആഫ്റ്റർ കമ്പയറിംഗ് ഹിംസെൽഫ് ടു ഫയർ ആൻഡ് ഐസ്, ഇദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ റീഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. വൈ ഹിസ് ബിലവഡ് ഇസ് നോട്ട് ഡിസോൾഡ്
ത്രൂ ഹിസ് ഹോട്ട് ഡിസയർ. അതായത് ഇദ്ദേഹം ഫയറും അവരെ ഐസും ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫയർ മൂലം എന്തുകൊണ്ട് അതായത് എന്തുകൊണ്ട് ഐസ് അലിയുന്നില്ല അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ഫയറി പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് എഡ്മണ്ട് സ്പെൻസർ. പക്ഷേ ഇവർ നല്ല കൂളായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ ഒരു ഫയറി നേച്ചർ എന്തുകൊണ്ട് ഇവരെ മാറ്റുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് അതൊരു ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല എന്ന് ഇദ്ദേഹം നമ്മുടെ പോയിറ്റ് ചോദിക്കുവാണ്. ഇനി നേച്ചർ ഓഫ് ലവ് എന്ന് വെച്ചാൽ എന്താണ്? അക്കോർഡിംഗ് ടു ദ പോയിറ്റ്, ലവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പം ആ ഒരു സെക്കൻഡ് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാർട്ട്ണറിന് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ ലവ് എന്ത് ചെയ്യും, അതിനനുസരിച്ച് സ്ട്രോങ് ആയിക്കൊണ്ടേ ഇരിക്കും. അതാണ് നേച്ചർ ഓഫ് ലവ് എന്ന് പറയുന്നത്. പോയിന്റിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇവരുടെ ഹീറ്റ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കോൾഡ് നേച്ചർ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കൂളായിട്ടുള്ള നേച്ചർ കൊണ്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഫയർ അണയുന്നില്ല എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഫ്ലെയിം ഓഫ് ലവ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ വാട്ട് ഈസ് എ മിറക്കുലസ് തിങ്? എന്താണ് ആ മിറക്കുലസ് തിങ് ഓഫ് ലവ്? എന്താണ്? എല്ലാത്തിനെയും കൺസ്യൂം ചെയ്യുന്നതാണ് ഫയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനെയും ഹാർഡൻ ചെയ്യുന്ന കാര്യമാണ് ഐസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് കോംപ്ലിമെന്റ് ചെയ്താണ് നിൽക്കുന്നത് രണ്ട് ഫാക്ടേഴ്സും. ഈ അവസാനത്തെ കപ്ലറ്റിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ലവിന് എല്ലാത്തിനെയും ട്രാൻസ്ഫോം ചെയ്യാനുള്ള, ചേഞ്ച് ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻസർക്കകത്തുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ആൻഡ് ഐസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നശിക്കാതെ നിൽക്കുന്നത്? പിന്നെ ലവ് നല്ല രീതിയിൽ ഹാർഡായിട്ട് ഗ്രോ ചെയ്യത്തേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു അത്രയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പം എമററ്റി 30ാമത്തെ സോണറ്റാണിത് നമുക്ക് പഠിക്കാനുള്ള, ഈ മൈ ലവ് ഇസ് ലൈക്ക് ടു ഐസ് ആൻഡ് ഐ ടു ഫയർ എന്നുള്ളത്. ഓക്കെ, പിന്നെ കോൺട്രഡിക്ടറിയും കോംപ്ലിമെന്ററി ആയിട്ടുള്ള പോയിറ്റിന്റെ ലവറിന്റെയും പേഴ്സണാലിറ്റീസിനെ കുറിച്ച് കാണിക്കാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കമ്പാരിസണോട് കൂടിയാണ് ഈ ഒരു പോയം തുടങ്ങുന്നത്. ലവിനെ ഫയറുമായിട്ടും ലവിനെ ഐസുമായിട്ടുമാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനെ വെച്ചിട്ടാണ് രണ്ടുപേരുടെയും പേഴ്സണാലിറ്റീസ് ആയിട്ട് പിന്നെയും കമ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? കോൺട്രഡിക്ടറി ആണ്. രണ്ട് വ്യക്തികളാണ്, രണ്ട് പേഴ്സണാലിറ്റീസ് ആണ്, രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. സോ ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് മുമ്പോട്ട് വളരെ ഈസായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്? ബിക്കോസ് ദ ലവ് ഇസ് സ്ട്രോങ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ലവിനെ എന്തിനേയും മാറ്റിമറിക്കാനുള്ള, ട്രാൻസ്ഫോം ചെയ്യാനുള്ള പവറുണ്ട്. ഫയറിനെ ആണെങ്കിലും ഐസിനെ ആണെന്നുണ്ടെങ്കിലും ലവിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിനകത്ത് കപ്ലറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സച്ച് ഇസ് ദി പവർ ഓഫ് ലവ് ഇൻ ജെന്റിൽ മൈൻഡ്. അതായത് പവർ ഓഫ് ലവിനെ കുറിച്ചാണ് ലാസ്റ്റ് 2 ലൈൻസ് പറയുന്നത്. അതിന് അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ തന്നെ അല്ലെങ്കിൽ നേച്ചറിലെ എല്ലാ വസ്തുക്കളെയും ട്രാൻസ്ഫോം ചെയ്യാനുള്ള പവറാണ് ആർക്കുള്ളത്? ലവിനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.